വെറും ഒരു കമ്പനി കൊടുക്കൽ, ഒരു ഫീമെയിൽ ഫ്രണ്ട്, കളിയും ചിരിയും വർത്തമാനമൊക്കെ ആയിട്ട്, അത്രമാത്രം. അവിടെ എൻ്റെ ബൗണ്ടറിയാണ്. ആ അതിർത്തി ബ്രേക്ക് ചെയ്യാൻ ഞാൻ പെർമിഷൻ തരില്ല, ലോകത്താർക്കും. വേണ്ട, വേറും ഒരു ടച്ചിങ്സ്, അത്രേ ഉള്ളൂ. പാവം സാറിന് മനോരോഗ, തലമുടിയില്ലെങ്കിലും ഒരു ടച്ചിങ്, അത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ ഒരു കാര്യം. എന്താ? ഭാര്യമാരെ പറ്റിച്ച് എന്നോട് കമ്പനി കൂടാൻ വരുന്നവരെ ഞാൻ വട്ടം ചുറ്റിക്കും. ഭാര്യ ഉണ്ടോ? ഇല്ല. ഉണ്ട്. ഉണ്ട്. ഇല്ല. ഉണ്ടെങ്കിൽ ഇല്ലാത്ത പോലെ തന്നെയാ. നമുക്ക് ഏതെങ്കിലും ഫോറിൻ രാജ്യം വിസിറ്റ് ചെയ്യാം. സിംഗപ്പൂർ, ഹോങ്കോങ്, മലേഷ്യ, കോലാലംപൂർ, അങ്ങനെ എവിടെയെങ്കിലും. പിന്നെന്താ? എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും, എനിക്ക് അപ്പുറത്തൊരു പാർട്ടി മീറ്റിംഗ് മെമ്പേഴ്സ് കാത്തിരിക്കുന്നുണ്ടോ? ഒന്ന് പോടെ കള്ളൻ. ഞാൻ ഒന്ന് ടച്ച് ചെയ്തോട്ടെ. ഓക്കെ. അവനെ കൊണ്ട് ഞാൻ തോറ്റ്. രണ്ട് ലേഡീസോ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനല്ലേ സാർ ഇപ്പൊ ഡോറ് തുറന്നു തന്നത്? ഞാൻ SI EDN ഇടിക്കുള. 8 വർഷത്തെ സർവീസിനിടയ്ക്ക് 80 സസ്പെൻഷൻ. ഇവിടെ ഈയിടെ ചാർജ് എടുത്തേ ഉള്ളൂ. എന്റെ സ്റ്റേഷൻ എതിർത്ത് ഞാൻ ക്ലീൻ ആക്കും. വമ്പന്മാരുടെ ഹോട്ടലുകളാണ് ഈ ഇടിക്കുളയ്ക്ക് നോട്ടം. പാവകളെ ഞാൻ വെറുതെ വിടും. പറഞ്ഞ ആരായവൾ? ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. പറയൂ. ഞാൻ ഈ കുട്ടിയുടെ ബ്രദറാണ് സാർ. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രദറിന്റെ പേരെന്ന് പറ സിസ്റ്ററെ. പഴം പവനോ? സർ, സത്യമാണ്. ഇതെന്റെ ബ്രദറാണ്. ഞങ്ങളൊരു ഇന്റർവ്യൂവിന് വന്നതാ. ഞങ്ങളൊരു റെപ്യൂട്ടഡ് ഫാമിലിയിലെ മെമ്പേഴ്സ് ആണ്. ഞാൻ മാരീഡാ. SI EDN ഇടിക്കുളയ്ക്ക് തെളിവ് വേണം. ആരാ ഹസ്ബൻഡ്? പേര് പറഞ്ഞാ പോരാ, ആളെ കാണണം. ഈ വരുന്ന ഞായറാഴ്ച എന്റെ വിവാഹ നിശ്ചയം. നമ്മുടെ മുൻ DGP അലക്സാണ്ടർ മാത്യൂസ് ഇല്ലയോ, പുള്ളിയുടെ മോള് സെറീനയെ ഞാൻ കിട്ടുന്നത്. സർ, ആളിപ്പിത്തിരി ദൂരെയാണ്. അപ്പോൾ വിവാഹം ലളിതമായിട്ട് നടത്താം. റിസപ്ഷൻ ഇവിടുത്തെ ടൗൺ ഹാളിൽ. മിസ്റ്റർ മുകുന്ദൻ, വിവാഹത്തിന് ഭാര്യയെ തീർച്ചയായും കൊണ്ടുവന്നിരിക്കണം. അത് പിന്നെ ഭാര്യയ്ക്ക് മാനസികാസുഖമുള്ളവർക്ക് ഏറ്റവും ആവശ്യം മനസ്സിന് സന്തോഷം കിട്ടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അകമ്പടിക്ക് 1-2 പേരെ കൂടെ വെച്ചാൽ മതിയല്ലോ. അതെ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ജോണും ഇങ്ങോട്ട് കയറി വാടാ. ഇങ്ങോട്ട് കയറി നിൽക്ക്. അടിച്ചിട്ട് ഞാനല്ലേ. ഇങ്ങോട്ട് വാ. ഇവിടെ കർത്താവേ, കഴിഞ്ഞു. എന്താ കാര്യം? സർ, സംശയാസ്പദമായി ഹോട്ടലിൽ നിന്ന് പിടികൂടിയതാ. ഇയാൾ ഈ കുട്ടിയുടെ സഹോദരനാന്ന് പറയുന്നു. ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്നു. ഇവിടെ ആരാ ഈ കുട്ടിയുടെ ഹസ്ബൻഡ്? പറയ്, ആരാ നിന്റെ ഹസ്ബൻഡ്? എന്നെ പറയരുതേ. ഓ, രാഹുലിന്റെ വൈഫാണല്ലേ? ഓ, സോറി സർ, ഞാനെങ്കിലും അത് പറയേണ്ടതായിരുന്നു. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഈ മുകുന്ദൻ ഭായി ആണ് സാർ. എപ്പോഴാച്ചാലും ഇതൊക്കെ അങ്ങനെ പറയണ്ട എന്റെ മുകുന്ദേട്ടാ. അതെ, ഇന്നൊറ്റ ദിവസത്തേക്ക് ചേട്ടായി പാവം. കണ്ടാൽ മെന്റലാണെന്ന് പറയില്ല. എന്താ? ഒന്നുമില്ല. പാവം ചേച്ചി, ഞങ്ങൾ ഇത്ര നേരം ചേച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഹോട്ടലിൽ എത്തിയെന്നാ പറഞ്ഞേ? മാനസിക വിഭ്രാന്തിയല്ലേ, ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്നിറങ്ങി ഒറ്റ ഓട്ടവാ. ഇതാരാ? ഞാൻ ഈ കുട്ടിയുടെ ബ്രദറാ. എന്ന് വെച്ചാൽ മിസ്റ്റർ മുകുന്ദൻ അളിയൻ. വന്നേ. സഹോദരനാണ് പോലും സഹോദരൻ. ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തിറക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി അളിയാ. സർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞോളൂ. എനിക്കറിയാം, എനിക്ക് വട്ടാ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. വല്ല ഗസ്റ്റ് ഹൗസിലോ ഹോട്ടലിലോ ഒക്കെ ചെന്ന് കേറും. സാർ പറയണം, എവിടെ വെച്ച് കണ്ടാലും എന്നെ പോലീസ് പിടിക്കരുതെന്ന്. ഞാൻ വേണ്ട ചെയ്യാൻ കുട്ടി. സർ, ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുത്തിരിക്കുക. കമ്മീഷണറോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. സർ,
സാർ ഇയാളന്ന് ലോഡ്ജിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് മോളി രക്ഷപ്പെടുത്ത അതൊക്കെ ഒരു സൈക്കോളജിക്കൽ സ്റ്റോറിയാണോ? ഓ അങ്ങനെയായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സാർ പോണ വഴിക്ക് എന്നെ ഒന്ന് മുക്കിൽ ഇറക്കി വെക്കോ സാർ. വാ അളിയാ എന്നാ പിന്നെ എന്റെ ഭാര്യ ഒന്ന് ഇങ്ങോട്ട് വരുവോ? ഓടിപ്പോവും, പിടിച്ചോണേ. ശരിയാക്കി തരടാ. ഇടയ്ക്ക് ഓടും അതാ. എന്താ നിന്റെ എന്റെ 16 അടിയന്തരം കണ്ടിട്ടേ നീ പോവുള്ളൂല്ലേ? ഒരു ഹെൽപ്പ് ആവശ്യമുള്ളപ്പോ വരാൻ പറഞ്ഞു, വന്നു. പിന്നെ ആദ്യം നിങ്ങൾ എന്നെ പിടിച്ച് ജോണിന്റെ ഭാര്യയാക്കി, ഇപ്പതോ രാഹുൽ എന്നെ പിടിച്ച് നിങ്ങളുടെ ഭാര്യയാക്കി. അതായത് ഒരേ സമയത്ത് രണ്ടാളുടെ ഭാര്യ, പിന്നെ അതായപ്പോ മെന്റൽ പേഷ്യന്റും. ഇതിനൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ ചൂടാവണ്ടേ?